എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് കുടിക്കുകയാണ്. അഭിവന്യരായ ഇളയമ്മ എൻ്റെ ഒരു അമ്മ തന്നെയാണ്. വാസുപാപ്പൻ, സ്വാമിജി, ഡോക്ടർ ബാലകൃഷ്ണൻ, പിന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഒരു മംഗളാശംസ ഇളയമ്മയ്ക്ക് നൽകുന്നത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. വളരെ മലയാളത്തിൽ നിന്ന്, മലയാള ഭാഷയിൽ നിന്ന് ദൂരെ പല വർഷങ്ങൾ ജീവിക്കേണ്ടി വന്നതിനാൽ പച്ച മലയാളത്തിൽ സംസാരിക്കാൻ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. എൻ്റെ ഈ മംഗളാശംസയിലും അത് തന്നെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ചില വരികൾ കവിത രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇത് വായിക്കുന്നതിന് മുന്നേ നിങ്ങളെ ഒരു പഴയൊരു കാലത്തേക്ക് കൊണ്ടുപോകാം. അതായത് ഇളയമ്മയുടെ കല്യാണം, അതായത് എൻ്റെ വല്യാപ്പൻ ഭാസ്കരൻ്റെ കല്യാണത്തിന് ഞാൻ എല്ലാവരും കല്യാണ പാർട്ടി കരാഞ്ചന വന്നിറങ്ങുന്നതും അവിടെ നിന്ന് കല്യാണത്തിന് പോയിട്ട് അതിൻ്റെ വിശേഷങ്ങളാണ്. നിങ്ങൾ പഴയവർക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകാം, പക്ഷെ പുതുതായിട്ടുള്ളവർക്കും അതൊരു അനുഭവം, ഒരു ആസ്വദനീയമായൊരു കാര്യമാണ്. ഇളയമ്മ അന്ന് കല്യാണത്തിന് എല്ലാവരും കരയും. കല്യാണത്തിന് വന്നു കൊണ്ടുവന്നാൽ എല്ലാവരും കരയും. കല്യാണപ്പെണ്ണ് തീർച്ചയായിട്ടും കരഞ്ഞിരിക്കണം. കരയാത്ത കല്യാണപ്പെണ്ണ് എന്തോ ഒരു പ്രത്യേകതയാണ്. പക്ഷെ കാലത്തിന് മുന്നേ നടന്ന ഇളയമ്മ അന്ന് കല്യാണപ്പന്തൽ ചിരിച്ച് മന്ദഹസിച്ചിട്ടാണ് എല്ലാം നടത്തിയത്. എൻ്റെ അമ്മായിമാർക്ക് ഓർമ്മയുണ്ടായിരിക്കും, ചിലപ്പോൾ സത്തുമായിക്ക് വേണമെങ്കിൽ ഓർമ്മ ഉണ്ടാവും. അതേപോലെ ഇത്രയും ആനന്ദകരമായ ഒരു വർണ്ണാഭമായ ഒരു കല്യാണം ഞാൻ കണ്ടിട്ടില്ല. അത് അങ്ങനെയുള്ള ഒരു മുഖവിലോടുകൂടി നിങ്ങളോട് പറയുകയാണ്. മണ്ഡലങ്ങളിൽ പ്രസിദ്ധമാം, മണ്ഡലം എന്ന് പറയുമ്പോൾ പണ്ട് നാട്യ നിയോജക മണ്ഡലം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ഞാൻ വായിച്ചു തുടങ്ങിയാണ്. നിങ്ങളെല്ലാവരും കിട്ടിയതെല്ലാം നോക്കി നിങ്ങൾക്ക് അതിൽ നോക്കാം. മണ്ഡലങ്ങളിൽ പ്രസിദ്ധമാം കണ്ടങ്ങത്ത് തറവാട്ടിൽ എന്നുവെച്ചാൽ വല്യാപ്പൻ നാട്ടിക വർക്കയിൽ ചേറ്റുവ മുതൽ കൊടുങ്ങല്ലൂർ വരെ പ്രസിദ്ധനാണ്. ഇന്ന് റേഷൻ ഓഫീസറായിട്ട് നാട് മുഴുവൻ ചുറ്റിയിട്ടുണ്ട്. പാപ്പനെ അറിയാത്തവരില്ല. വളരെ സുന്ദരനായിട്ട് നല്ല ഡബിൾ വേസ്റ്റ്, അന്നൊക്കെ ഡബിൾ വേസ്റ്റ് കൊടുക്കാന്ന് പറയുന്നത് വളരെ ചുരുക്കം പേരെ കൊടുക്കാറുള്ളൂ. അങ്ങനെ വളരെ സുന്ദര കളകനായിരുന്നു പാപ്പനൻ. എല്ലാം ചുറ്റി നടന്ന് അന്ന് ഒരു ബസ്സില്ല, ഒരു സൈക്കിളില്ല, ഒന്നുമില്ല. കാലിൽ നടരാജനായിട്ട് ഏറ്റവും മുതൽ ആന വരെ പോയി എല്ലാ റേഷൻ ഓഫീസിലും ചെക്കിങ് നടത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ വരി ഞാൻ ആരംഭിക്കുന്നത് അതിലാണ്. മണ്ഡലങ്ങളിൽ പ്രസിദ്ധമാം കണ്ടങ്ങത്ത് തറവാട്ടിൽ, പാപ്പനിൽ കൂടെ പ്രസിദ്ധമായിട്ടുള്ള കണ്ടങ്ങത്ത് തറവാട്ടിൽ. പിന്നെ വിദ്യാസമ്പന്നനായ കുഞ്ഞുട്ടിച്ചാച്ചനും അങ്ങനെ പലരും ഉണ്ടായിരുന്നു, പരീക്ഷനുണ്ടായിരുന്നു, അങ്ങനെ എല്ലാവരും ഉണ്ട്. പക്ഷെ ഈ പാപ്പന്റെ പ്രസിദ്ധി അന്ന് വേറെ തന്നെയായിരുന്നു. കൊണ്ടൽ നീണ്ട കല്യാണിശ്രീ, ഇളയമ്മയുടെ മുടി അന്ന് വളരെ നീണ്ടതാണ്. എനിക്ക് ഞാനിത് പറയാൻ കാരണം, എൻ്റെ പേരക്കുട്ടി അവളുടെ അമ്മയുടെ, എൻ്റെ മകളുടെ ദിവ്യ, അവളുടെ മുടി പിന്നിൽ വന്ന് എപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം. അത്രയും വലിയ സന്തോഷം അവൾക്ക് മുടി. എന്നിട്ട് ഞാൻ അവൾക്കൊരു മുടി മേടിച്ചു കൊടുത്തു. വാഗിൻ്റെ മുടി ഇപ്പോൾ വളരെ വില പറഞ്ഞ മുടി കിട്ടും. അങ്ങനത്തെ മുടിയൊന്നും വേണ്ട, 80 രൂപയ്ക്ക് നല്ല മുടി കിട്ടും. അപ്പോൾ അതിങ്ങനെ തലമുടി അവൾ കുറേ നേരം ഒരു കളിപ്പാകയായിട്ട് അവൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ കൊണ്ടൽ നീണ്ട കല്യാണി ശ്രീ കൊണ്ടാടും ഈ 80ാം പിറന്നാൾ വർഷം. ഇത്രയും ആദ്യത്തെ അന്ന് ഞാൻ 3ാം ക്ലാസ് വിദ്യാർത്ഥി കല്യാണത്തിന്റെ സമയത്തെ കാര്യം പറയാം. എൻ്റെ ഓർമ്മയിൽ പങ്കെടുത്ത 2ാമത്തെ കല്യാണം
അതിനു മുന്നേ വല്യമ്മയുടെ വിലാസിനിയമ്മയുടെ ആയിരിക്കണം. മറ്റേതൊരു വിസ്മയത്തെക്കാളും മികവാർന്ന അനുഭവം. പിൽക്കാലത്ത് പ്രസിദ്ധമായ സഫാരി ഷർട്ടും ട്രൗസറും ധരിച്ച് ഞാനും അനുജനും എൻ്റെ അനുജൻ രവീന്ദ്രനാണ് ശലഭസമാനം അമ്മായിമാരൊക്കെ പാവാടിയിട്ട് ഇങ്ങനെ ശലഭം പോലെ പാറി നടക്കണ കാലം. ബന്ധുക്കളും കൂട്ടരും, എല്ലാ ബന്ധുക്കളും കൂട്ടരും വർണ്ണാഭമായി വരണം സംഘവും ബോട്ടിൽ കരാഞ്ചിറ കടവിലിറങ്ങുമ്പോൾ കർണപീയൂഷമായി നാദസ്വരനാദവും വാദ്യമേളവും അകമ്പടിയായി വധൂഗ്രഹത്തിലേക്ക്. ആ അന്നത്തെ ആ വാദ്യത്തിൻ്റെ ആ നാദസ്വരത്തിൻ്റെ ആ മാധുര്യം ഇന്നും എൻ്റെ മനസ്സിൽ ഊറിയിരിക്കുന്നു. സുന്ദരനായ വല്യാപ്പൻ മുന്നോട്ട് നീങ്ങുമ്പോൾ വിരുദ്ധന്മാരായ മിത്രങ്ങൾ ഹരിതം പറഞ്ഞ് എല്ലാവരെയും രസിപ്പിച്ചു. അച്ഛൻ തൻ്റെ കല്യാണത്തിന് പറ്റിയ അമളി ആവർത്തിക്കാതിരിക്കാനായി ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുകയാണ്. വരണം എന്താണ് അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരണമാല്യം എടുക്കാൻ മറന്ന് പകരം അവിടെ കല്യാണ വീട്ടിൽ ചെന്നിട്ട് അച്ഛൻ്റെ കല്യാണത്തിന് ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്നിട്ടാണ് മാല കൊണ്ടുവന്നിട്ടില്ല. എന്ത് ചെയ്യും? ആ സമയത്തൊക്കെ കാറുണ്ടാ, ബസ്സുണ്ടാ, സൈക്കിളുണ്ടാ, മോട്ടോർ ബൈക്കും ഇല്ല. അപ്പോൾ അവര് അവിടെ ബുദ്ധിമാനായ ചിലർ ഉടനെ മുറ്റത്തെ തുളസിയിൽ നിന്ന് പൂക്കൾ പൊട്ടിച്ച്, വാസ്തവത്തിൽ അതൊരു സിംബോളിക്കായിരുന്നു. കൃഷ്ണന്റെ ഭാര്യയ്ക്കും തുളസിയാണ് ഏറ്റവും ഇഷ്ടമായ അഭികാമ്യമായ. ആ തുളസിമാലയാണ് അച്ഛൻ ചാർത്തിയെന്ന് ഞാൻ പിന്നെ കേട്ടിട്ടുണ്ട്. പകരം മുറ്റത്തെ തുളസിയിൽ നിന്ന് അടുത്തെടുത്ത് കെട്ടിയ മാല ചാർത്തിയ ആ ബ്രാക്കറ്റ് അവസാനിക്കുകയാണ്. ജാഗ്രതയോടെ കാര്യങ്ങൾ നോക്കി. അല്ലെങ്കിൽ ആ തെറ്റിയും ഇപ്പൊ മനസ്സിലാവുമല്ലോ, ഒരു കല്യാണത്തിനും ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ആരാണ് ഉത്തരവാദിത്വം എടുക്കുന്നത് അവരുടെ ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ നടത്താനുള്ള ഒന്നും മറക്കാതെ കൊണ്ട് നടത്താനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാവുമല്ലോ. കല്യാണ വീട്ടുമുറ്റത്തെ വന്മാവിൽ അന്ന് ഇളയുടെ വീട്ടിലൂടെ വലിയ മാവുന്നു, അതിനെ ചുറ്റിപ്പുറന്ന് ഇപ്പൊ അതിലേക്ക് ഓർമ്മയുണ്ടാവുമെന്ന് അറിയില്ല, ബ്രദറിലേക്ക് ഓർമ്മയുണ്ടാവും തീർച്ചയായും. മുല്ലയുടെ നറുമന്ദഹാസം നല്ലോണം പൂത്ത് എത്രമാത്രം സുന്ദരമായി വെളുത്ത പൂക്കളായിരുന്നു. അത് പിന്നെ ഞാൻ കുറെ നാൾ കഴിഞ്ഞ് പോയിട്ട് മുറിച്ചപ്പോൾ എനിക്ക് സങ്കടം. അയ്യോ, എന്തിനെ മുറിച്ചു കളഞ്ഞു.